പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇത്രയും അധികം പേര് പങ്കെടുത്തതിൽ വളരെ സന്തോഷം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് രാജീവ് മംഗരാജ്. അദ്ദേഹം ദേശീയ തലത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൻ്റെ പത്രാധിപരുമായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ ആധ്യാത്മിക സംഘടനകളിലെ ഗുരുക്കന്മാരെയും പലതവണ അഭിമുഖം നടത്തിയിട്ടുള്ള ആളായി. അപ്പോൾ അവരുമായിട്ടുള്ള സംസാരത്തിൻ്റെ വെളിച്ചത്തിലും അങ്ങനെ ആത്മീയതയിലെ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് ഇന്ന് നമ്മൾ കിടക്കും. അപ്പം അദ്ദേഹം അതിൽ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ആത്മീയ സമ്പ്രദായങ്ങളുണ്ട് ലോകത്തിൽ. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ്, ഇന്നർ എഞ്ചിനീയറിങ്, അങ്ങനെ തുടങ്ങുന്നത്. ഇവരെല്ലാവരും ക്ലെയിം ചെയ്യുന്നത് അവരുടെ ആത്മീയ സമ്പ്രദായമാണ് ദ ബെസ്റ്റ് എന്നാണ്, ഏറ്റവും യോജിച്ചതാണ്. ആർട്ട് ഓഫ് ലിവിങ് ആയാലും അങ്ങനെ പറയാം, ഇന്നർ എഞ്ചിനീയറിങ്ങിൽ അവരങ്ങനെ പറയാം, അവരെയാണ് ബെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണ ആത്മീയ അന്വേഷകൻ ഏത് ആത്മീയ സമ്പ്രദായമാണ് ഏറ്റവും നല്ലത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എല്ലാവർക്കും സാധാരണ ഉണ്ടാകുന്ന ഒരു ചോദ്യം. അപ്പോൾ അതിന് രാജി ആദ്യമായിട്ട് പറഞ്ഞത്, ഹാർട്ട്ഫുൾനെസ് ഒരിക്കലും ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ക്ലെയിം ചെയ്യാറേ ഇല്ല, എവിടെയില്ല. വളരെ ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് ഹാർട്ട്ഫുൾനെസ് എന്നാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. പിന്നെ അദ്ദേഹം ചില ഗൈഡ് ലൈൻസ് പറയുകയാണ് ഒരു ആത്മീയ സമ്പ്രദായത്തിനെ നമുക്ക് വിലയിരുത്താൻ. ഒന്ന്, അത് നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് കുറച്ച് സമയം അതിൻ്റെ ഗുരു പറഞ്ഞ രീതിയിൽ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് അനുഭവപ്പെട്ട ശാന്തിയാണ്. അപ്പോൾ ആന്തരികമായിട്ടുള്ള ശാന്തി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ആത്മീയ സമ്പ്രദായം ഫലപ്രദമാകും. മറ്റൊന്ന്, ആത്മീയ പരിശീലനത്തിന് യാതൊരു തരത്തിലുള്ള ഫീസും ഈടാക്കാൻ പാടില്ല എന്നുള്ളത് ഭാരതത്തിൻ്റെ ആത്മീയ പാരമ്പര്യമാണ്. അപ്പോൾ യാതൊരു തരത്തിലുള്ള ഫീസും ആത്മീയ പുരോഗതിക്കില്ല. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശാന്തി അനുഭവപ്പെടുന്നു എങ്കിൽ ഈ ആധ്യാത്മിക സമ്പ്രദായം ഫലപ്രദമാണ്. നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡൊക്കെ ഞാൻ പറയാം. ഇനി ചില സമ്പ്രദായങ്ങളിൽ ഗുരുവിന് വലിയൊരു ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗുരു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ള റോയിൽ ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും അദ്ദേഹത്തിന്. പല സമ്പ്രദായങ്ങളിലും നമ്മളങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഈ സംഭാവന കൊടുക്കുന്ന ആത്മീയ അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈഗോ സാറ്റിസ്ഫാക്ഷനാണ് ഇന്നുണ്ടാവുന്നത്, അഹങ്കാരത്തിൻ്റെ ഒരു സുഖം. ഞാൻ ഒരുപാട് ഡൊണേഷൻ കൊടുത്തു, എനിക്ക് ഗുരുവിൻ്റെ മുന്നിലിരിക്കാനുള്ള ഫസ്റ്റ് റോയിൽ തന്നെ. ഇപ്പോൾ ഡൊണേഷൻ്റെ ഗ്രേഡ് അനുസരിച്ച് ആദ്യത്തെ റോ, രണ്ടാമത്തെ റോ, അങ്ങനെ. അപ്പോൾ അതൊരു ഈഗോ സാറ്റിസ്ഫാക്ഷനാണ്. ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയിലായാലും ഭൗതികതയിലായാലും യാതൊരു തരത്തിലുള്ള അഭിനന്ദനങ്ങളും അപ്രീസിയേഷനും ഇല്ല. ഇപ്പോൾ വലിയൊരു എമൗണ്ട് ഹാർട്ട്ഫുൾനെസ്സിന് ഡൊണേറ്റ് ചെയ്താലും ഗുരു നന്നായി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ചിരുത്തുമെന്നും ഹാർട്ട്ഫുൾനെസ്സിൽ അങ്ങനത്തെ ഒരു പാരമ്പര്യമില്ല.
ഇനി ഭൗതിക ജീവിതത്തിൽ അല്ല, അത് ഭൗതിക ജീവിതത്തിലെ കാര്യം. ഇനി ആത്മീയതയിൽ ഉയർന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ പരിശീലനത്തിലൂടെ ആധ്യാത്മിക പുരോഗതി നേടുന്ന ഒരാളെ കാണുമ്പോഴും ഗുരു അദ്ദേഹത്തിനെ അഭിനന്ദിക്കാറില്ല. ബാബുജി മഹാരാജ് എന്താ കാരണം എന്ന് വെച്ചാൽ, ബാബുജി മഹാരാജ് അന്ന് ഉള്ള കാലത്ത്, ബാബുജി മഹാരാജിൻ്റെ കാലത്ത് അദ്ദേഹം പുരോഗമിക്കുന്നത് കാണുന്ന പല ഈ മിഷനിലെ അഭ്യാസികളോട് അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ നന്നായി പുരോഗമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അനുഭവങ്ങളിലെല്ലാം തന്നെ സംഭവിച്ചത് അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പുരോഗതിയുടെ മരണമണി മുഴകലാണ്. അതോടുകൂടി പിന്നെ താഴത്തേക്കാൻ പോകുക, ഒന്നൊഴിയാതെ അങ്ങനെ അനുഭവങ്ങളുണ്ടായി. അപ്പോൾ ഈ അഹം എന്നുള്ള ഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ആർട്ട്ഫുൾനെസ് മിഷനിൽ ഇപ്പോൾ അതിനുശേഷം ബാബുജി മഹാരാജ് എത്ര ഉന്നതമായിട്ടുള്ള ആത്മീയ നില നേടിയെടുത്താലും അദ്ദേഹം പറയും ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഒരുപാട് മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ടെന്ന് പറയും. അത് ശരിയുമാണ്, അത് മനഃപൂർവ്വം പറയുന്നതല്ല. കാരണം നമ്മൾ ആത്മീയതയിലിപ്പോൾ മോക്ഷപ്രാപ്തി, അതുപോലെ കൈവല്യം, പിന്നെ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ, സ്ഥിതപ്രജ്ഞൻ, നിർവ്വാണം, ബുദ്ധ മതത്തിൽ പറയുന്ന പോലെ, ഇതെല്ലാം ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുടെ പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പുകളാണ്, അവസാനമല്ല. ഹാർട്ട്ഫുൾനെസ്സിൽ അതിൻ്റെ സ്പിരിച്വൽ അനാട്ടമി ശ്രദ്ധിച്ചാൽ ഈ മോക്ഷപ്രാപ്തി, അതുപോലെ നിർവ്വാണം അല്ലെങ്കിൽ കൈവല്യം എന്ന് പറയുന്നതൊക്കെ ഈ ആജ്ഞാചക്ര, ആറാമത്തെ ചക്രത്തിന് താഴെയാണ് എല്ലാം. ഹാർട്ട്ഫുൾനെസ്സിൽ ഹൃദയമണ്ഡലം എന്ന് പറഞ്ഞാൽ 5 വലയങ്ങൾ, മനോമണ്ഡലം 11 വലയങ്ങൾ, പിന്നെ കേന്ദ്രമണ്ഡലത്തിൽ 7 വലയങ്ങളാണ്. അപ്പോൾ ഹൃദയമണ്ഡലം കടക്കുമ്പോഴാണ് ഈ ആറാമത്തെ ചക്രത്തിൽ നമ്മൾ എത്തുന്നത്. അതിന് താഴെയാണ് മോക്ഷപ്രാപ്തി, കൈവല്യം, ഈ വക അവസ്ഥകളൊക്കെ. അതുകൊണ്ട് അത് നേടിയെടുത്ത ആളോട് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് എന്ന് പറയണത് യാഥാർത്ഥ്യം തന്നെയാണ്. ആത്യന്തികമായ അവസ്ഥ എന്ന് പറയണത് ഹാർട്ട്ഫുൾനെസ്സിൽ നിതാന്ത ശൂന്യതയാണ്, നത്തിങ്നെസ്. പക്ഷേ ഈ ശൂന്യത തന്നെ അനന്തമായിട്ടുള്ള ലെയറുകളുണ്ട് ശൂന്യതയ്ക്ക്. അത് ശൂന്യത എന്ന് പറഞ്ഞാൽ അവിടെ പോയി അവസാനിക്കുന്നില്ല. ശൂന്യതയിൽ തന്നെ അനേകം ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള പുരോഗതിയുടെ ഗ്രാഫാണിത്. ഇപ്പോൾ ഒരാൾ പറയുന്നത് ഞാൻ ശൂന്യത നേടിയെടുത്തു എന്ന് പറഞ്ഞു നോക്കിയാൽ, അപ്പോൾ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് പറയും അയാളുടെ അടുത്ത് വേഗം നമ്മൾ ഓടി രക്ഷപ്പെടണമെന്നാണ്. കാരണം ഇപ്പോൾ ആത്യന്തികമായിട്ടുള്ള അവസ്ഥ കബീർദാസ് പറയുന്നുണ്ട്, ഒരു മഴത്തുള്ളി സമുദ്രത്തിൽ വീണ് സമുദ്രമായി മാറുന്നതാണ്. അപ്പം അതിനുശേഷം ആ മഴത്തുള്ളിക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ സമുദ്രത്തിൽ ലയിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ ആരോടും നിങ്ങൾ ആധ്യാത്മിക പുരോഗതി നേടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് അർത്ഥശൂന്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശൂന്യത നേടി എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ വേഗം അദ്ദേഹത്തിന് വിട്ടുപോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് പ്രോഗ്രസിൻ്റെ ഒരു വഴിയാണ് ഹാർട്ട്ഫുൾനെസ്. അപ്പോൾ ഒരു ആത്മീയ സമ്പ്രദായത്തിനെ വിലയിരുത്താനുള്ള ഒരു ഗൈഡ് ലൈൻസാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, നിരന്തരമായിട്ടുള്ള പുരോഗതിയുടെ പാതയാണ്, ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പില്ലേന്ന്. ഇതാണ് അവർ നേടി എന്ന് പറയാൻ പറ്റില്ല. അനന്തമായ പുരോഗതിയുടെ സാധ്യതയുണ്ട്. മറ്റൊന്ന്, അത് പരിശീലനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ശാന്തി അനുഭവപ്പെടാം. മറ്റൊന്ന്, ആത്മീയമായിട്ടുള്ള സമ്പ്രദായങ്ങളുടെ പരിശീലനത്തിന് യാതൊരു തരത്തിലുള്ള ഫീസും ഈടാക്കാൻ പാടില്ല. ഈ 3 ഗുണവിശേഷങ്ങൾ ഒരു ആത്മീയ സമ്പ്രദായത്തിനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരാളോട് ആണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ ഉത്തരം അഭികാമ്യമാണെന്ന് തോന്നുന്നു.
അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനി ഹാർട്ട്ഫുൾനെസ് സമ്പ്രദായത്തിൽ എന്താണ് ധ്യാനം എന്ന്, ശരിയായ രീതിയിൽ എങ്ങനെയാണ് ധ്യാനിക്കുക? പലപ്പോഴും വർഷങ്ങളോളം ധ്യാനിച്ചിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത് എന്താണ് ശരിക്കും എങ്ങനെയാണ് ധ്യാനിക്കുക, അല്ലേ? അപ്പോൾ ഇദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്നത്, അതിന് ദാജി മറുപടി പറഞ്ഞത്, ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്തിട്ട് മെഡിറ്റേഷൻ എന്നതിൻ്റെ അർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആശയത്തെക്കുറിച്ചോ നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നാണ് മെഡിറ്റേഷൻ എന്നുള്ള വാക്കുകൾ. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, പണത്തിൻ്റെ മേലെയായിരിക്കും മെഡിറ്റേഷൻ. അത് വികസിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ച് അപ്പോൾ അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ പറയാ, ലൈല മജനു ആയിരിക്കും മെഡിറ്റേഷൻ്റെ വിഷയം. മജനുവിനെ സംബന്ധിച്ചിടത്തോളം ലൈലയായിരിക്കും മെഡിറ്റേറ്റ് ചെയ്യുന്ന വിഷയം. റോമിയോ ജൂലിയറ്റ് ഇതിനൊക്കെ പരസ്പരം മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. അദ്ദേഹം പറയാം, ഒരുപക്ഷേ മഹായോഗികളെക്കാൾ ആഴത്തിൽ ഇവർ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും ഈ കമിതാക്കൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ ലെവലിലുള്ള സംഗതികളാണ്. എന്തിനെങ്കിലും കുറിച്ച്, വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരാശയത്തെക്കുറിച്ചോ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. സംസ്കൃത ഭാഷയിലും ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യത്തിലും ധ്യാനം എന്ന് പറഞ്ഞാൽ ഇതല്ല. സംസ്കൃതത്തിൻ്റെ ധ്യാനം എന്ന് പറഞ്ഞാൽ ധീ പ്ലസ് യാൻ എന്ന രണ്ട് വാക്ക് യോജിപ്പിക്കുന്നതാണ്. ധീ എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ വിവേകത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അവസ്ഥ ആണ് ധീ. അവിടെ യാൻ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് നമ്മളെ വഹിച്ചു കൊണ്ടുപോവുക. അപ്പോൾ ധീ പ്ലസ് യാൻ ആണ് ധ്യാൻ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ഭാഷയിൽ. ആത്മീയ പാരമ്പര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏത് ബോധത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നുവോ അവിടെ നിന്ന് ആത്യന്തികമായിട്ടുള്ള വിവേകത്തിൻ്റെ, ജീവിത ലക്ഷ്യത്തിൻ്റെ ആ അവസ്ഥയിലുള്ള ബോധം എന്താണ്, ആ ബോധത്തിലേക്ക് നമ്മളെ വഹിച്ചു കൊണ്ടുപോകാനാണ് ധ്യാനമെന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഈ വഹിച്ചു കൊണ്ടുപോകുന്ന സംഗതി എന്താണ്? അതാണ് ട്രാൻസ്മിഷൻ, സംപ്രേഷണം. അതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സംപ്രേഷണം അല്ലെങ്കിൽ ട്രാൻസ്മിഷനാണ് നമ്മൾ ഏത് ബോധത്തിൻ്റെ തലത്തിലാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു വാഹനം പോലെ നമ്മളെ ബോധത്തിൻ്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞെന്താ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? മനസ്സിനെ അതികടക്കുന്നതാണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ. മനസ്സിൻ്റെ തലത്തിലല്ല, മനസ്സിനെ അതികടക്കണം, അതായത് ട്രാൻസെൻഡ് ചെയ്യുന്നു മനസ്സിനെ. അതുകൊണ്ട് ചില സമ്പ്രദായങ്ങളിൽ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. മനസ്സിനെ അതികടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആലോചിക്കണം, മനസ്സ് എന്തിനുള്ളതാണ്? നമുക്ക് ചിന്തിക്കാനുള്ള ഉപകരണമാണ്. അതാണ് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം. അപ്പം മനസ്സിനെ അതികടക്കുക അല്ലെങ്കിൽ മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിക്കുക. ഹൃദയത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ അതാണ് ഫീലിങ്ങാണ്, അനുഭവങ്ങളുടെ മേഖലയാണ്. അപ്പോൾ നമുക്ക് മനസ്സുണ്ട്, ഹൃദയമുണ്ട്. മനസ്സ് ചിന്തിക്കാനുള്ളതാണ്, ഹൃദയം ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം കിട്ടാൻ. ഇത് രണ്ടും ചേരുന്ന ഈ കാന്തിക മണ്ഡലത്തിലാണ് ബോധത്തിൻ്റെ വികാസം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്ത കറക്റ്റാണെങ്കിൽ നമ്മുടെ ഫീലിംഗ് കറക്റ്റായിരിക്കും. ഹൃദയത്തിന് ഹെവിനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ചിന്ത ട്രോമാണ്. അപ്പോൾ ചിന്തയെ അതികടന്ന് ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് നമ്മൾ ധ്യാനം എന്ന് പറയും. അപ്പോൾ ഉദാഹരണത്തിന്, ഈശ്വരൻ എൻ്റെ ഹൃദയത്തിൽ ദിവ്യത്വമുണ്ട് എന്ന് നമ്മളൊരു ചിന്ത വയ്ക്കണം.
ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് ശാന്തി അനുഭവപ്പെടണോ, അതിനുശേഷം ദിവ്യത്വത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടണം. അപ്പോഴാണ് നമ്മൾ സമാധി എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. ഒരു ചിന്ത നമ്മൾ വെച്ചു, ആ ചിന്തയെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതികടന്നുകൊണ്ട് നമ്മൾ ഹൃദയത്തിൻ്റെ അനുഭവങ്ങളായി ദിവ്യത്വം എന്നുള്ള ചിന്ത മാറി ദിവ്യത്വം എന്നുള്ള അനുഭവമായിട്ട് മാറും. അതാണ് മനസ്സിനെ അതികടക്കുക എന്ന് പറയുക. അപ്പോൾ അനുഭവത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ മേഖലയാണ്. ബാബുജി മഹാരാജ് അതിനെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, മതം എവിടെ അവസാനിക്കുന്നുവോ അവിടെയാണ് ആത്മീയത തുടങ്ങുന്നത്. ഇതുവരെ ആധ്യാത്മിക ആചാര്യന്മാർ പറയാത്തൊരു കാര്യമായിരുന്നു. മതം അവസാനിക്കുന്നിടത്ത് ആത്മീയത ആരംഭിക്കുന്നു. പിന്നെയോ ആത്മീയതയും അവസാനിക്കേണ്ടതുണ്ട്. കാരണം നിരന്തരമായിട്ടുള്ള പുരോഗതിയുടെ വഴിയാണത്. ആത്മീയത അവസാനിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം ആരംഭിക്കുന്നത്, റിയാലിറ്റി. പിന്നെയോ അവിടെ നിൽക്കുന്നില്ല. യാഥാർത്ഥ്യം അവസാനിക്കുമ്പോഴാണ് നമുക്ക് ബ്ലിസ് അല്ലെങ്കിൽ അനുഭൂതി അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാവുന്നത്. അപ്പോൾ അനുഭൂതിയോടുകൂടി അവിടെ അവസാനിച്ചു ചോദിച്ചില്ല. അനുഭൂതിയും അവസാനിക്കുമ്പോഴാണ് ഈ ശൂന്യതയുടെ അനുഭവം നമുക്കുണ്ടാവും. ശൂന്യതയോ നിരന്തരമായിട്ടുള്ള ലെയറുകളുണ്ട് അതിൽ, അവിടെയും അവസാനിക്കുന്നില്ല അത്. അപ്പോൾ മനസ്സിനെ അതികടക്കുക എന്നുള്ളത് മനസ്സിലാക്കാനാണ് അത് പറഞ്ഞത്. അതായത് മതം ആത്മീയത, ആത്മീയത യാഥാർത്ഥ്യം അനുഭൂതി അല്ലെങ്കിൽ ആനന്ദം. അതിനെ മറികടന്ന് ശൂന്യതയിലേക്ക് പ്രവേശിക്കുന്നത്. ശൂന്യതയുടെ പലതരത്തിലുള്ള ലെയറുകളിലൂടെ ബോധം കടന്നു പോകുന്നത്. അപ്പോൾ നിരന്തര പുരോഗതിയുടെ ഒരു വഴിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചിന്തയിൽ നമ്മൾ നിൽക്കുന്നതല്ല ധ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് ദിവ്യത്വം എന്നുള്ള ചിന്ത, ദിവ്യത്വം എന്നുള്ള അനുഭവം. അപ്പോൾ ആ ദിവ്യത്വം എന്നുള്ള അനുഭവത്തിനും പരിമിതിയുണ്ട്. നമുക്ക് ഒരുപാട് ദിവ്യാനുഭവങ്ങളുണ്ടായി, നമുക്കത് മതിയാവും. എന്താണ് അപ്പോഴും ഇപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥ വിട്ടിട്ട് പരിപൂർണമായിട്ട് ദിവ്യത്വം നമ്മൾ ആഗ്രഹിക്കണം. എല്ലാ സമയത്തും ദിവ്യത്വത്തിലേന്നാക്കി. അതാണ് അടുത്ത സ്റ്റേജ്. അതിന് മാസ്റ്റേഴ്സ് ഉദാഹരണം പറയുമ്പോൾ, നമ്മൾ വളരെ പണക്കാരനായിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ 3 മാസം താമസിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആതിഥ്യ മര്യാദകളും അദ്ദേഹത്തിൻ്റെ എല്ലാ ലക്ഷറി അനുഭവിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു തയ്ക്കാം. 3 മാസം കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോരുക. ആ മടങ്ങിപ്പോരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്തായിരിക്കും? ഞാനും അദ്ദേഹത്തിനെ പോലെ ധനികനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ ധനികനായിരുന്നെങ്കിൽ അല്ലേ. അതുപോലെയാണ് ദിവ്യത്വത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ നമ്മളെ ദിവ്യത്വം ആയിത്തീരുക എന്നുള്ള ലെവലിലേക്ക് നമ്മൾക്കൊരു പ്രേരണയുണ്ടാവും. അപ്പോഴാണ് ദിവ്യാനുഭവങ്ങൾ വിട്ട് നമുക്ക് ദിവ്യത്വത്തിലേക്ക് പോകണം തോന്നുക. അപ്പോഴാണ് യാഥാർത്ഥ്യം തുടങ്ങുക. പിന്നെ അതും നമ്മൾ വിടുന്നു. കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യത്തിനായിട്ടുള്ള ഒരു ടച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ അനുഭൂതി അല്ലെങ്കിൽ ആനന്ദം അല്ലെങ്കിൽ ബ്ലിസ് എന്ന് പറയും. പല ആധ്യാത്മിക സമ്പ്രദായങ്ങളും ആ ബ്ലിസ്സിൽ അവസാനിക്കുക അല്ലെങ്കിൽ സച്ചിദാനന്ദത്തിൽ അവസാനിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ അനുഭൂതി അല്ലെങ്കിൽ ബ്ലിസ്സും ഈ ആനന്ദവും നമുക്ക് ഹെവിയായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് അതും വിടാൻ തോന്നും. അതും ഉപേക്ഷിച്ച് ശൂന്യതയിലേക്ക് നീങ്ങാൻ തോന്നും. അപ്പോൾ എന്താ അത് കാണിക്കുന്നത് വെച്ചാൽ, നിരന്തരമായിട്ടുള്ള ഒരു പ്രോഗ്രസ്സിൻ്റെ വഴിയായതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ സഹായം നമുക്കിവിടെ ആവശ്യമുണ്ട്. നമുക്കറിയില്ല എന്താ സംഭവിക്കണമെന്നുള്ള ഓരോ സ്റ്റേജിലും. അതിനാണ് ഹാർട്ട്ഫുൾനെസ്സിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിസെപ്റ്റീവ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്. ഗുരുവിൻ്റെ കീഴിലുള്ള ധ്യാനമാണ് നമ്മൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു മനോഹാരിത. പല സ്റ്റേജസിലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു കൺക്ലൂഷനിലെത്തിക്കഴിഞ്ഞാൽ, തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് മാസ്റ്റേഴ്സ് പറയാറുണ്ട്,
പലരും ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് സൈക്കാട്രിസ്റ്റുകളൊക്കെ ചെറിയ മാനസിക രോഗങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മതി എന്ന് പറയും. മെഡിറ്റേഷൻ പലതരത്തിലുള്ള മാനസിക രോഗങ്ങളെയും പ്രതിരോധിക്കാൻ മെഡിറ്റേഷന് കഴിയും. പക്ഷേ മെഡിറ്റേഷൻ മാനസിക രോഗത്തിനുള്ള ചികിത്സയല്ല. അതിന് വേറെ ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ധ്യാനം ചെയ്യുന്ന ആൾക്ക് മാനസിക വിഭ്രാന്തിയിൽ ചെന്ന് പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊരു പ്രിവെൻഷന് ഉണ്ട്. അപ്പോൾ ചെറിയ ടെൻഷൻ, വറീസ് ഒക്കെ അനുഭവപ്പെടുന്ന ചെറിയ ഡിപ്രഷനൊക്കെ ഉള്ള ആളുകൾ മെഡിറ്റേഷൻ ചെയ്ത് നോക്കിയാൽ അത് മാറിപ്പോവും, ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ അവർ ആ പ്രശ്നമായിട്ടാണ് വന്നത്. അപ്പോൾ അത് മാറി, പിന്നെ അവർക്ക് ബോറടിക്കും മെഡിറ്റേഷൻ. അല്ലാതെ എന്തുദ്ദേശത്തിലാണ് അവർ വന്നത് അത് നേടി, അപ്പോൾ അവർ വിട്ടുപോകും. പലപ്പോഴും അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്തും നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾക്ക് ധ്യാനത്തിൽ നിരന്തരം മുന്നോട്ട് പോകാൻ സാധിക്കുക. ഓരോ സ്റ്റേജിലും നമുക്ക് ഗൈഡൻസ് ആവശ്യമുണ്ട്. ഇതാണ് അദ്ദേഹത്തിന് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞത്. വളരെ പ്രസക്തമാണ് ധ്യാനം എന്താണെന്നുള്ളത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും പ്രകാശത്തിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ആശയമാണെങ്കിൽ അങ്ങനെയല്ല. അത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ബാപ്പുജി മഹാരാജ് പോലെ ഒരു നീന്തൽ കുളത്തിലെ ഡൈവിംഗ് ബോർഡ് പോലെയാണ് ഡിവൈൻ ലൈറ്റ്. അപ്പോൾ നീന്തൽ കുളത്തിൽ കണ്ടില്ല ഒരു പലകയുണ്ടാവും, അതിൻ്റെ മേലെ കയറി നമ്മൾ കുറച്ച് ശക്തി ആർജിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചാടുകയാണ്. ചാടിക്കഴിഞ്ഞാൽ ഈ പലകയുടെ ആവശ്യമില്ല. അതുപോലെയാണ് ദിവ്യപ്രകാശം. അപ്പോൾ മനസ്സിനെ അതികടക്കുക, എല്ലാ അവസ്ഥകളെയും അതികടന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോവുക എന്നുള്ള ഐഡിയ നമ്മുടെ ഉള്ളിൽ വെച്ചാൽ ഈ പ്രശ്നം വരില്ല. അല്ലെങ്കിൽ വർഷങ്ങൾ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാലും ഈ ആശയക്കുഴപ്പം നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു, ധ്യാനം ഈ പറയുന്ന രീതി കേട്ട് കഴിഞ്ഞാൽ ധ്യാനം എല്ലാത്തിനും പരിഹാരമാണ് എന്നാൽ നമുക്ക് തോന്നുക. ഒരു സർവ്വരോഗ സംഹാരിയാണോ ധ്യാനം? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണോ ധ്യാനം എന്ന് ചോദിച്ചു. അപ്പം അത് വളരെ എന്താ പറയുക, ഉത്തരം പറയാൻ അല്പം ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ മാസ്റ്റർ അതിന് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഉത്തരം യെസ് എന്നാണ്, അതേസമയം നോ എന്നുമാണ്. അതേ എന്നും പറയാം, അല്ല എന്ന് പറയാം ഈ ഉത്തരത്തിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ധ്യാനം ചെയ്ത് പുരോഗമിക്കാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അനാരോഗ്യം, അല്ലെങ്കിൽ വീട്ടിലുള്ള അസ്വസ്ഥതകൾ, കുടുംബ പ്രശ്നങ്ങൾ, ഈ 3 കാരണങ്ങൾ കൊണ്ട് ആധ്യാത്മിക പുരോഗതി തടസ്സപ്പെടാതെ നിൽക്കുക. അതേസമയം ആന്തരികമായിട്ട് ഇദ്ദേഹം ഒരു മുമോക്ഷമാണ്, ആത്മീയ ത്വരയുടെ ഉള്ളിൽ അർഹതയുള്ള ആളാണ് നിൽക്കുക. അപ്പം അദ്ദേഹം പറയണത് പ്രകൃതിയുടെ ഒരു പ്രത്യേക അനുഗ്രഹം ഒഴുകി ഈ വ്യക്തിയിലേക്ക് വരും. വ്യക്തിയിലേക്ക് വന്ന് ഒരു സ്പെഷ്യൽ ഗ്രേസ് ഡിസെൻഡ് ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ആന്തരിക ആവശ്യം നിറവേറ്റുക. അതിനുവേണ്ടി ചോദിക്കാതെ തന്നെ ഈ വ്യക്തി ആവശ്യപ്പെട്ടിട്ടില്ല, ഈ കാര്യം നിറവേറ്റപ്പെടും. അപ്പോൾ ഇവിടെ ആന്തരികമായിട്ടുള്ള മുമുക്ഷത്വം അല്ലെങ്കിൽ ത്വര, യഥാർത്ഥ അർഹത, അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് വേറൊരാൾ കണ്ടുകൊണ്ടിരിക്കാതിരിക്കുക, കൂടെയുള്ള മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നണോ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വെച്ചാൽ സംഭവിച്ചോളണമെന്നില്ല, സംഭവിക്കാം. അപ്പോൾ ഈ താരതമ്യ പഠനം നമ്മുടെ അബദ്ധത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇനി ഇത് നമ്മളിൽ ഇല്ലാത്തൊരു സാധനം പ്രകൃതി നിറവേറ്റുന്നു. ഇനി നമ്മൾ സൃഷ്ടിച്ചെടുത്ത പല കാര്യങ്ങളും ചിലപ്പോൾ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമാവാൻ സാധ്യതയുണ്ട്.
ഉദാഹരണത്തിന് നമ്മൾ വളരെ ധനികനാണെന്ന് വയ്ക്കുക. ആ കാരണം കൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളിലൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് വയ്ക്കുക. പക്ഷേ ആന്തരികമായിട്ട് ഇത് അർഹതയുള്ള ആളാണ്. ഇപ്പോൾ പ്രകൃതി അല്ലെങ്കിൽ ദിവ്യ ഗുരുക്കന്മാരെന്താ ചെയ്യുക? നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ ധനികൻ എന്നുള്ള അവസ്ഥ മാറ്റിക്കളയും. അപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? യഥാർത്ഥത്തിൽ അർഹതയുള്ളവരുടെ കാര്യത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ. ആന്തരികമായി മോക്ഷമാണെങ്കിലും യഥാർത്ഥത്തിൽ അർഹതയുണ്ടെങ്കിലും ഇങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവനും ഈശ്വരനിടയ്ക്ക് തടസ്സമായിട്ട് ഒന്നും വരാൻ പാടില്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കും ഈശ്വരനിടയ്ക്ക് എന്തു വന്നാലും നമ്മളതിനെ നീക്കം ചെയ്യേണ്ടതല്ലേ? അതാണ് ഇവിടെ ചോദ്യം. അതാണ് അർഹത അല്ലെങ്കിൽ മുമുക്ഷുത്വം എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം ഒരു കഥ പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ 2 ഭക്തന്മാരെ വിസിറ്റ് ചെയ്യുന്ന ഭാഗവതത്തിലാണ്. അപ്പോൾ ആദ്യത്തെ ഭക്തൻ നാരദൻ കൂടെയുണ്ട്. ആരാണ് യഥാർത്ഥ ഭക്തൻ എന്ന് അദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയിരുന്നാണ് വിഷ്ണുവിൻ്റെ കൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഭക്തൻ വലിയൊരു പണക്കാരനാണ്, ധനികനാണ്, ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം 2 പേരും കൂടി പോണത്. അവിടെ പോയപ്പോൾ ഇദ്ദേഹം പല കാര്യങ്ങളായിട്ട് തിരക്കിലാണ്. ഈ ബിസിനസ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ അദ്ദേഹം ഭഗവാനെ കണ്ടപ്പോൾ പറഞ്ഞു, ഭഗവാൻ എനിക്ക് കുറച്ച് തിരക്കിലാണ്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് സ്വീകരണ മുറിയിലിരുത്തി ഇവരെ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. ഭഗവാന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഭഗവാനെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഇദ്ദേഹം. തിരിച്ച് ഇതൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഭഗവാൻ തിരിഞ്ഞു നിന്ന് അനുഗ്രഹിച്ചു. ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത് 10 മടങ്ങ് വർദ്ധിക്കട്ടെ എന്നാണ് അനുഗ്രഹം. അപ്പോൾ നാരദന ഓക്കെ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഭക്തൻ്റെ അടുത്തേക്ക് പോവാണ്. അടുത്ത ഭക്തൻ ഇതിന് നേരെ വിപരീതമാണ്. അദ്ദേഹത്തിന് ഒന്നുമില്ല, ഭാര്യയും കുട്ടികളും, ഒരു പശു മാത്രമേ ഉള്ളൂ. ആ പശുവിനെ കറന്ന് ആ പാലുകൊണ്ട് ജീവിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി. വളരെ ദരിദ്രനായിട്ടൊരാൾ, എന്നാൽ പരമഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭഗവാൻ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന് ആകെ ഈ പശുവിലേ ഉള്ളൂ. വേഗം പോയി ഒരു കുമ്പിൾ, ഇല കൊണ്ടൊരു കുമ്പിളുണ്ടാക്കി ഈ പാല് കറന്ന് ഭഗവാൻ കൊടുക്കാൻ. ഭഗവാൻ അത് കുടിച്ചു. തിരിഞ്ഞു നിന്നൊരു അനുഗ്രഹം കൊടുത്തു, ഈ പശു ചത്തുപോട്ടെ. അപ്പോൾ ഇത്രയും കൂടി കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി. അദ്ദേഹത്തിന് പ്രതിഷേധിച്ചു. ഭഗവാൻ ഇതെന്താണ്? അങ്ങേ വെയിറ്റ് ചെയ്യിപ്പിച്ച ആൾക്ക് ഇഷ്ടംപോലെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കുമിഞ്ഞു കൂടട്ടെ. മറ്റേ ആളുടെ അടുത്ത് അദ്ദേഹത്തിന് ആകെ കൂടി ഒരു പശു മാത്രമേ ഉള്ളൂ. ആ പശു ചത്തുപോട്ടെ. അപ്പോഴാണ് ഭഗവാൻ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആത്മീയതത്വം പറയുന്നത്. അതായത് എനിക്കും ഈ ആൾക്കും ഇടയിൽ ഈ പശു മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനെ നീക്കം ചെയ്തെന്താണ്ടാവുക? നേരെ ഭഗവാനിലേക്ക്. അന്ന് രാത്രി ഈ കുടുംബം മുഴുവൻ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. പക്ഷേ അതോടുകൂടി അവർ ഭഗവാനിൽ ലയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥയെ നമ്മൾ ആന്തരികം, അപ്പോൾ നേരത്തെ പറഞ്ഞ മാസ്റ്റർ പറഞ്ഞ കാര്യം നമ്മൾ ആലോചിക്കണം. ചില സമയത്ത് പ്രകൃതി ആ ആന്തരിക ആവശ്യത്തിനെ പൂർത്തീകരിക്കും. ചില സമയത്ത് നമുക്കും ഈശ്വരനിടയ്ക്കുള്ള കാര്യത്തെ അദ്ദേഹം നീക്കം ചെയ്യും. അപ്പം എന്തായത് ഗുണപാഠം? എനിക്കും ഈശ്വരനിടയ്ക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഭക്തൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഈ കഥയുടെ ഗുണപാഠം. അതാണ് അദ്ദേഹം ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അപ്പോൾ അത് വേറൊരു ചോദ്യം ചോദിച്ചു. നമുക്കറിയാം ആധ്യാത്മിക സമ്പ്രദായങ്ങളിൽ ഹാർട്ട്ഫുൾനെസ്, മറ്റൊരു സമ്പ്രദായമുണ്ട് ഇതുപോലെ തന്നെ, മൈൻഡ്ഫുൾനെസ്. കേട്ടിട്ടുണ്ടത്?
മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട്. US വളരെ പോപ്പുലറാണ് അത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സും മൈൻഡ്ഫുൾനെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ വാക്കിൽ തന്നെ അതിൻ്റെ വ്യത്യാസമുണ്ട്. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഫുൾ ഓഫ് മൈൻഡാണ്, മനസ്സാണ്. നമ്മൾ മെഡിറ്റേഷനിൽ പറഞ്ഞ മനസ്സിനെ അധികം അടക്കുക എന്നുള്ള കാര്യം. അപ്പം തന്നെ അതിന് ആൻസർ കിട്ടും. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയർ ആവുക, അല്ലെങ്കിൽ ബോധവാനാവുക. ചുറ്റുപാടുകൾ മാത്രമല്ല, നമ്മുടെ ആന്തരികമായിട്ട് നടക്കുന്ന നമ്മുടെ മൂഡുകൾ, നമ്മുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥ, ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലാണ് നമ്മൾ ഓരോ സമയത്തും ഉള്ളത്, അതിനെക്കുറിച്ച് ബോധവാനാവുക. നല്ലതാണ്, വളരെ നല്ലതാണത്. ആ ബോധവാനാവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പലതരത്തിലുള്ള കറക്ഷൻസും വരുത്താൻ സാധിക്കും, പലതരത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് വരുത്താൻ സാധിക്കും. ഇതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. വളരെ പോപ്പുലർ എന്ന് കേരളത്തിലും മൈൻഡ്ഫുൾനെസ് വളരെ വ്യാപകമാണ്. അതിൻ്റെ മെഡിറ്റേഷനും ഒക്കെ ഈ അവെയർനെസ്സോട് കൂടിയിട്ടുള്ള മെഡിറ്റേഷനാണത്. അവെയർനെസ്സിൻ്റെ പ്രശ്നം എന്താണ്? അവെയർനെസ് വളരെ നല്ലതാണ്, പക്ഷേ അതായത് ബോധവാനാവുക എന്നുള്ളത്, പക്ഷേ അത് മനസ്സിൻ്റെ ലെവലിലാണ്. ഇനി ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മനസ്സിനെ അധികം അടുത്ത് ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് പോകാൻ. അപ്പോൾ ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് വന്ന് ഹൃദയത്തിൽ നിന്നുള്ള പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ് ഹാർട്ട്ഫുൾനെസ്. അപ്പോൾ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരു പരസ്പര പൂരകങ്ങളായിട്ട് വരും. കാരണം മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉപരിപ്ലവമായിട്ടുള്ള ഭാഗമാണ്. ഹൃദയം എന്ന് പറഞ്ഞാലോ മനസ്സിൻ്റെ ആഴത്തിലുള്ള ഭാഗമാണ് ഹൃദയം. അപ്പോൾ ഇത് പരസ്പര പൂരകങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ബാബുജി മഹാരാജിനെ കുറിച്ച് പറയും, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് എപ്പോഴും ഹൃദയത്തിലേക്കാണ് തരാം, ഇടത്തെ കണ്ണ് എപ്പോഴും ഹൃദയത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിട്ട് കണ്ണ് കുറച്ച് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും ലെഫ്റ്റ് സൈഡിൽ. ഒരു കണ്ണ് പ്രപഞ്ചത്തിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. അതൊരു പെർഫെക്റ്റ് ബാലൻസ്. ഹൃദയത്തിൽ നിന്നുള്ള ഇൻസ്പിറേഷൻസ്, പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്നു. ബാഹ്യമായിട്ട് ആ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഹൃദയത്തിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം, അനുകമ്പ, ദയ. ഇത് ഉൾക്കൊണ്ടുകൊണ്ട്, അതിനുള്ള പ്രചോദനങ്ങൾ ഓരോ നിമിഷവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കടമകളും നിർവഹിക്കാം. അതാണ് ഹാർട്ട്ഫുൾനെസ്. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സും മൈൻഡ്ഫുൾനെസ്സും തമ്മിലുള്ള വ്യത്യാസം. ഓരോ നിമിഷത്തിലും നമ്മൾ ഹൃദയത്തിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഉദാഹരണം മാസ്റ്റേഴ്സ് പറയുക എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി സൈക്കിളിൽ ചവിട്ടാൻ പഠിക്കാതിരിക്കുക, എത്രമാത്രം ശ്രദ്ധയോടുകൂടി വേണം അതിൻ്റെ മേലെ കയറാൻ. പല പ്രാവശ്യം വീഴും. അത് കഴിഞ്ഞ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാലോ, ആദ്യം 4 വീലുണ്ടാവും, പിന്നെ 2 വീല്, 2 വീലർ അപ്പോഴാണ് പിന്നെ വരിക. പിന്നെ നമ്മൾ പിടിച്ചുകൊണ്ട് അവരെ സൈക്കിളിൽ കൊണ്ടുപോകും. കുറച്ച് കഴിഞ്ഞാൽ കൈ വിട്ടതുപോലെ സ്കൂളിലേക്ക് സൈക്കിളിൽ പുറത്തൊരു ബാഗ് ഉണ്ടാവും. സൈക്കിളിൽ സുഖമായിട്ട് പെഡൽ ചെയ്തുകൊണ്ട് പോകും. കൂട്ടുകാരായിട്ട് വർത്തമാനം പറയുന്നുണ്ടാവും, പാട്ട് പാടുന്നുണ്ടാവും. പക്ഷേ പ്രധാന ആക്ടിവിറ്റി എന്താണ്? പെഡലിംഗ് ആണ്. പക്ഷെ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കില്ല. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാനാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് ബോധവാനായിരിക്കില്ല. അതുപോലെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഹൃദയത്തിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ പെഡലിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭൗതിക കാര്യങ്ങളൊക്കെ ബോധവാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഹാർട്ട്ഫുൾനെസ്. അപ്പോൾ ഈ ഹൃദയമായിട്ടുള്ള കണക്ഷൻ, അതുകൊണ്ടാണ് നമ്മൾ രാവിലെ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിറ്റേഷൻ സ്വാംശീകരിച്ചിട്ട് വേണം ഭൗതിക ജീവിതത്തിലേക്ക്. ആ അവസ്ഥ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഭൗതിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കേണ്ടത്. ഇനി ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുത്ത് 1-2 മിനിറ്റ് വീണ്ടും നമ്മൾ റീകണക്ട് ചെയ്തിട്ട്
രാവിലെ ധ്യാനത്തിൽ കിട്ടിയ അവസ്ഥയെ നമ്മൾ റീകോൾ ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ വീണ്ടും നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് വരും. അതായത് നമ്മൾ 1 മണിക്കൂർ അതിനു വേണ്ടി വർക്ക് ചെയ്തായതുകൊണ്ട്. അങ്ങനെയാണ് നമ്മൾ ജീവിതം നയിക്കേണ്ടത്. അതാണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യാസം അദ്ദേഹം പറയട്ടെ. ഇതും പലർക്കും ഒരു ആശയക്കുഴപ്പമുള്ള മൈൻഡ്ഫുൾനെസ്, ഹാർട്ട്ഫുൾനെസ് എന്താണ് സംഗതി എന്ന്. അപ്പോൾ അതങ്ങനെ പറഞ്ഞത്. മറ്റൊരു ചോദ്യം, നമ്മൾ മെഡിറ്റേഷനിൽ ചില സമയത്ത് ഒരു ജെർക്ക് അനുഭവപ്പെടുന്നു. പലരും പറയാറുണ്ട് മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ജെർക്കുന്ന പോലെ ഒരു ജെർക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഈ ജെർക്കിന് കാരണം എന്താണ്. പലർക്കും അനുഭവപ്പെട്ടിട്ടില്ല അത് മെഡിറ്റേഷൻ്റെ ഒരു ജെർക്കുമായി. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പം അതിനൊക്കെ നമുക്ക് എപ്പോഴും ഗൈഡൻസ് വേണ്ട ഒരു ഏരിയ എന്നത്. അതുകൊണ്ടാണ് ഒരു ഗുരുവിൻ്റെ കീഴിൽ ധ്യാനിക്കുന്നതാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആത്മീയ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ട്രാൻസ്മിഷൻ വന്ന് നമ്മുടെ മുദ്രകളുടെ മേലെ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ബ്ലോക്കിൻ്റെ മേലെ ടച്ച് ചെയ്യുമ്പോഴാണ് ഈ ജെർക്ക് വരുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം പറയാം, അങ്ങനെ വെള്ളം ഒഴുകി വരുന്നു, ഇടയ്ക്കൊരു പാറയുണ്ട്, പാറയിൽ തട്ടും. അപ്പോഴോ കുറേ നേരം വെള്ളം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ അടിക്ക് ഈ പാറ തന്നെ ഒഴുകിപ്പോവും. അപ്പോഴാണ് ആ ജെർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലോക്ക് റിമൂവ് ചെയ്യാണ്. അത് കഴിഞ്ഞാലോ വീണ്ടും നമ്മൾ ആഴത്തിൽ പോകും ധ്യാനത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ധ്യാനം കണ്ടിന്യൂ ചെയ്യണം. ഇത് മെഡിറ്റേഷൻ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് ഈ അവസരം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ പ്രിസെപ്റ്ററുടെ അടുത്ത് പറയണം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും സിറ്റിങ്സ് തുടരണം നടക്കണം. അതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള പ്രിസെപ്റ്റർമാരുമായിട്ടുള്ള സിറ്റിംഗ് അനിവാര്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബ്ലോക്ക് റിമൂവ് ചെയ്ത് ജെർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റും അബ്സോർബ്ഡ് ആവണം. ഞാൻ പലപ്പോഴും എന്നടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ജെർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിറ്റിംഗ് കൂടെ കൊടുക്കും. അപ്പോൾ തന്നെ അപ്പോൾ ആ സിറ്റിങ്ങിൽ കൂടുതൽ അബ്സോർബ്ഡ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വസ്തുത എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചു. ചില ഇതൊക്കെ മെഡിറ്റേഷനിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ, ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ കാര്യം പറയാം, മെഡിറ്റേറ്റ് ചെയ്ത് ഞാൻ ഡീപ്പായിട്ടൊക്കെ മെഡിറ്റേറ്റ് ചെയ്ത സമയത്ത് മെഡിറ്റേഷന് പുറത്തേക്ക് വന്നാൽ എനിക്ക് വല്ലാത്ത ഉദാസീനത അനുഭവപ്പെടും. അവിടെ തന്നെ ഇരിക്കാൻ തോന്നുക, അവിടെ തന്നെ ഇരിക്കാൻ തോന്നുക, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുക. ചിലപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങാൻ തോന്നുന്നു. അപ്പോൾ ഈ ഉദാസീനതയ്ക്ക് എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഇതും പലർക്കും അനുഭവപ്പെടുന്നതാണ്. ചില സമയത്ത് നമ്മൾ ഡീപ്പായിട്ട് രാവിലത്തെ ധ്യാനം കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങും, ഓഫീസിൽ പോകാൻ തോന്നില്ല, ഒരു കാര്യം ചെയ്യാൻ തോന്നില്ല, ഉദാസീനരായിരിക്കും. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞു, അതും പല ആളുകൾക്കും അനുഭവപ്പെടുന്നതാണ്. എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ആ സാധനയുടെ തുടക്കകാലത്ത്. അപ്പം അതിന് കാരണം പറയണം അദ്ദേഹം, നമ്മളുടെ ഹാർട്ട്ഫുൾനെസ്സിലെ അതിനാണ് സ്പിരിച്വൽ അനാട്ടമി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് പോയിൻറ്റിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആത്മചക്രയാണ്, സോൾ പോയിൻ്റാണ് സെക്കൻഡ് പോയിൻ്റ്. ഈ ആത്മചക്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശാന്തിയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശാന്തിയും അശാന്തിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് രണ്ടാമത്തെ ചക്രത്തിൽ പ്രകടമായി കാണുക. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ശാന്തി, മെഡിറ്റേഷന് നമ്മൾ സെക്കൻഡ് പോയിൻറ്റിലേക്ക് വന്നു. ആ സെക്കൻഡ് പോയിൻറ്റിൻ്റെ ശാന്തി എന്നുള്ള കാര്യത്തിൽ നമ്മൾ അബ്സോർബ്ഡ് ആവുന്ന സമയത്ത് ആ ശാന്തിയുടെ ആഴം കൊണ്ട് നമുക്ക് മറ്റ് ഭൗതിക കാര്യങ്ങൾ ചെയ്യാൻ തോന്നില്ല. അപ്പം അത് ശരിയാണോ?
അല്ല. അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ, ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും പരസ്പരം സമന്വയിപ്പിക്കലാണ്. ഇത് ഭൗതിക ജീവിതം വേണ്ട, അവിടെ തന്നെ ഇരിക്കാമെന്ന് തോന്നുന്നത്. അപ്പോൾ അതിന് കറക്ഷൻ ആവശ്യമുണ്ട്. കറക്ഷൻ ആവശ്യം എന്താണ്? ഉടനെ തന്നെ നമ്മൾ ഹാർട്ട്ഫുൾനെസ് ട്രെയിനറെ സമീപിക്കണം സിറ്റിങ്ങിന്. അങ്ങനെ ഉദാസീനത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് പോയിൻ്റ് മറികടന്നാൽ പിന്നെ ഒരിക്കലും ഈ ഉദാസീനത അനുഭവപ്പെടില്ല. അപ്പോൾ ഉദാസീനത അനുഭവപ്പെടുമ്പോൾ ആത്മീയതയുടെ അറ്റത്ത് എത്തി എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. ഉദാസീനത നല്ലതാണെന്ന് വിചാരിച്ചാൽ അതും തെറ്റാണ്. കാരണം എന്താ, ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള സമന്വയമാണ്. ഒന്നിനു വേണ്ടി മറ്റൊന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പ്രിസെപ്റ്റേഴ്സിൻ്റെ അടുത്ത് 1 or 2 സിറ്റിംഗ് തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പോയിൻ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും, തേർഡ് പോയിന്റിലേക്ക് യാത്ര തുടരും. അപ്പോൾ ഭൗതികതയ്ക്ക് വേണ്ടി ആധ്യാത്മികതയോ ആധ്യാത്മികതയ്ക്ക് വേണ്ടി ഭൗതികതയോ കോംപ്രമൈസ് ചെയ്യുന്നത് ആത്മീയതയിൽ വലിയ തെറ്റാണെന്ന്. അപ്പോൾ ആത്മീയമായിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ഉൾക്കൊണ്ടാലും അതേപോലെ സ്നേഹത്തോടെ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കേണ്ടതാണ്. അതാണ് ഇതെന്ന്, ആ ബാലൻസാണ് നമുക്ക് ഇന്ന് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അതിന് ദാജി പറഞ്ഞ മറുപടികളാണ്. നമുക്കെല്ലാവർക്കും അത് പ്രസക്തമായിരിക്കും തോന്നുന്നു. താങ്ക് യു. നമസ്കാരം.